VHSC ഈ വിദ്യാലയത്തിൻ്റെ 15ാമത്തെ വോളിയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വോളിയം നമ്മൾ 2 പാർട്ടായിട്ടാണ് എടുക്കുന്നത്. 2 ചെറിയ ചാപ്റ്ററുകളാണ് ഇതിൽ വരുന്നത്. ഒന്ന് ബേക്കറി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററും അതുപോലെ തന്നെ ബേക്കറി ആൻഡ് സ്വീറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററുകളും അതുപോലെ തന്നെ രണ്ടാമത്തെ ചാപ്റ്റർ വരുന്നത് ഫങ്ഷൻ കാറ്ററിങ്ങുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 പാർട്ടിലെ കാര്യങ്ങളാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബേക്കറിയിൽ വരുന്ന ബ്രെഡ് അതുപോലെ തന്നെ കേക്കുകൾ, എന്തൊക്കെ തരത്തിലുള്ള ബ്രെഡുകൾ മേക്ക് ചെയ്തതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തത് നമ്മൾ പേസ്ട്രി എന്താണെന്ന്, പേസ്ട്രി എത്ര തരം പേസ്ട്രികളുണ്ടെന്നുള്ളതും അതുപോലെ തന്നെ എത്ര തരം സ്വീറ്റുകളുണ്ടെന്നുള്ളതും. അത് കഴിഞ്ഞ് നമ്മൾ ഫങ്ഷൻ കാറ്ററിങ്ങിലേക്ക് കിടക്കും. ഫങ്ഷൻ കാറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്കായിട്ടുള്ള ഫങ്ഷൻസ് വരുമ്പോൾ നമ്മളൊരു ഹോട്ടലിൽ വരുമ്പോൾ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ബുക്കിംഗ് എടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ വരുന്നത് രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്നത്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ട് മനസ്സിലാക്കി വയ്ക്കുക. ആദ്യമായിട്ട് നമുക്ക് നോക്കാം ബേക്കറി എന്താ നോക്കാം. ബേക്കറിയെക്കുറിച്ച് നമുക്ക് തൽക്കാലം ബേക്കറി എന്താണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബേക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന ബേക്കറി അല്ല. ബേക്കറി എന്ന് പറഞ്ഞാൽ പഫ് പേസ്ട്രി പോലെയുള്ള കേക്കുകൾ, അതുപോലെ തന്നെ കപ്പ് കേക്കുകൾ, മഫിൻസ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന കിച്ചണിലൊരു യൂണിറ്റിന് പറയുന്ന പേരാണ് എന്ത്, ബേക്കറി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുപാട് സെക്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കിച്ചണിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ബേക്കറി. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഒത്തിരി സബ് സെക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ബേക്കറി എന്ന് പറഞ്ഞാൽ അത് എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ സെക്ഷൻസുകൾ വരുന്നത് എന്താണ്, ബേക്കറി, പേസ്ട്രി, അതുപോലെ തന്നെ ചോക്ലേറ്റുകൾ, അതുപോലെ തന്നെ കേക്കുകൾ, ഇതൊക്കെയാണ് നമ്മുടെ സെക്ഷൻസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ബേക്കറിയിലെ കേക്കുകൾ ഒരുപാട് പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ബേക്കറിൽ. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ബ്രെഡുകളെ കുറിച്ചിട്ടാണ്. ബ്രെഡ് മേക്കിംഗ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ബ്രെഡ് മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, എല്ലാം തന്നെ ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും. കേക്കിനാണ് കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ഉപയോഗിക്കാറ്. ബ്രെഡിന് നമ്മൾ കോമൺ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ തൽക്കാലം ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, എന്താണ് ബേക്കറി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി ബേക്കറിക്ക് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. കോമൺ ആയിട്ട് 12 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഉപയോഗിക്കാറ്. ഓക്കെ, അതിൽ ഏകദേശം ഓരോന്നിലേക്ക് പോകാം. ഒന്ന് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ആണ്, അതായത് ബട്ടർ, മാർഗറിൻ, അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിൽ തുടങ്ങിയ ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഷുഗർ, അതുപോലെ തന്നെ സ്വീറ്റനിങ് ഏജൻ്റ് ആയിട്ടുള്ള ഷുഗറുകൾ, പലതരത്തിലുള്ള ഷുഗറുകൾ, പൗഡർ ഷുഗർ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ ഗ്രാനുലേറ്റഡ് ഷുഗർ ഉപയോഗിക്കാറുണ്ട്, പൗഡർ ഷുഗർ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ ഷുഗർ സിറപ്പുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഓരോ പ്രോഡക്റ്റുകൾ, ബേക്കറി പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി. മൂന്നാമത്തത് റൈസിങ് ആണ്. നിങ്ങൾക്കറിയാം കപ്പ് കേക്ക്, മഫിൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പൊങ്ങി വരണം. അങ്ങനെ പൊങ്ങി വരുന്നതിന് റൈസിങ് ഏജൻറ്റ് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏജൻസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ. ഓക്കെ, ഇവിടെ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ സോഡ ബൈകാർബണേറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ബേക്കിംഗ് പൗഡറിൻ്റെ കെമിക്കൽ നെയിമാണ്, അല്ലെ, രാസനാമമാണ് എന്ത്, സോഡ ബൈകാർബണേറ്റ്. ഓക്കെ, അടുത്തത് എന്താ, അടുത്തത് 4 ഫ്ലോറാണ്, പലതരത്തിലുള്ള ഫ്ലോറുകൾ. ഓക്കെ, ജസ്റ്റ് ലൈക്ക് വീറ്റ് ഫ്ലോറുകൾ, ഓക്കെ, പോലത്തെ അങ്ങനത്തെ കോൺ ഫ്ലോറുകൾ പോലെയുള്ള കാര്യങ്ങൾ, നമ്മൾ പലതരത്തിലുള്ള ഫ്ലോറുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അടുത്തത് നിങ്ങൾക്ക് എല്ലാം പറയും എഗ്ഗ്, അല്ലേ. എഗ്ഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഗ്ഗിൻ്റെ വൈറ്റ് ഉപയോഗിക്കാറുണ്ട്, എഗ്ഗ് യോക്ക് ഉപയോഗിക്കാറുണ്ട്. ഓരോ ബേക്കറിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് എന്ത്, എഗ്ഗ്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ പാലാണ്, പാലിൻ്റെ പോലെയുള്ള പാനീയങ്ങൾ, മിൽക്ക് പ്രോഡക്ട്സ്, ഇതൊക്കെയാണ് നമുക്ക് അടുത്തത് വരുന്നത്. പിന്നെ അടുത്തത് സ്പൈസസ് ആണ്. ഓക്കെ, അപ്പോൾ സ്പൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജനങ്ങൾ, അതായത് സിന്നമൺ, കാർഡമൺ, അതുപോലെ തന്നെ നട്ട്മഗ് പോലെയുള്ള അതിൻ്റെ എസെൻസുകളാവും ചിലപ്പോൾ ഉപയോഗിക്കുക, ചിലപ്പോൾ അതങ്ങനെ കണ്ടൻറ്റ് ഉപയോഗിക്കാറുണ്ട്. ഡിപ്പെൻസ് അപ്പോൺ ഓരോ ബേക്കറി പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത് പോലെ. അടുത്തതുപോലെ ചോക്ലേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ചോക്ലേറ്റ് പൗഡേഴ്സ് ഉപയോഗിക്കാറുണ്ട്, കൊക്കോ പൗഡർ എന്ന് പറയും, അല്ലെ, ചോക്ലേറ്റ് ഉപയോഗിക്കാറുണ്ട്. പലതരത്തിലുള്ള ചോക്ലേറ്റുകൾ ഉണ്ടാക്കാറുണ്ട് നമ്മൾ. മിൽക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് പോലെയുള്ള ചോക്ലേറ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഉപയോഗിക്കുന്ന സാധനമാണ് ചീസ്.
അല്ലേ? ചീസ് നിങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് എന്താണ് ചീസ്, എങ്ങനെയാണ് ചീസ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ബേക്കറിക്ക് ഉപയോഗിക്കുന്നതാണ്. കോണ്ടിനെൻ്റൽ സ്റ്റൈലിൽ ബേക്കറി ആൻഡ് പേസ്ട്രി ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ചീസ് നമ്മൾ ഉപയോഗിക്കാറ്. അടുത്താണ് ഫ്രൂട്ട്സ്, അല്ലേ? നമ്മൾ ഫ്രൂട്ട് കേക്കുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആപ്പിൾ, ഓറഞ്ച് പോലെയുള്ള നമ്മൾ ഫ്രൂട്ട്, ബനാന പോലെയുള്ള ഫ്രൂട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നട്ട്സ്, അല്ലേ? നട്ട്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്താ നട്ട്സ്? നമ്മൾ വാൾനട്ട്, കാഷ്യൂനട്ട്, അതുപോലെ തന്നെ ബദാം എന്നൊക്കെ പറയാം, ആൽമണ്ട്, ഇതൊക്കെ നമ്മൾ എന്താണ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് സോൾട്ട്, ഉപ്പ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേക്കറിയിൽ ഉപയോഗിക്കുന്ന കോമൺ ഇൻഗ്രീഡിയൻസ് ആണ്. ഓക്കെ. ഇനി ഇതിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ് എങ്ങനെയാണ് ബ്രെഡ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ബ്രെഡ് മേക്കിംഗ് എങ്ങനെ. അപ്പോൾ അതിൽ വളരെ സിമ്പിളായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. രണ്ട് മെത്തേഡുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സ്ട്രെയിറ്റ് ഡോ മെത്തേഡും ഒന്ന് സ്പോഞ്ച് ഡോ മെത്തേഡും. ഓക്കെ. അപ്പോൾ എന്താണെന്ന് മാത്രം ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കാം. ബ്രെഡ് നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് സ്ട്രെയിറ്റ് ഡോ മെത്തേഡും ഒന്ന് സ്പോഞ്ച് ഡോ മെത്തേഡും. അപ്പോൾ പലതരത്തിലുള്ള ബ്രെഡുകളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചാണ്. ഫ്രഞ്ച് ലോഫ് ഉണ്ട്, പിന്നെ ഹോട്ട് ഡോഗ് ബൺ ഉണ്ട്, സ്വീറ്റ് ബ്രെഡ് ഉണ്ട്, ബ്രൗൺ ബ്രെഡ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. ഓക്കെ. അപ്പോൾ ഇത്തരം ഉണ്ടാക്കുന്നത് രണ്ട് മെത്തേഡിലാണ്. ഒന്ന് സ്ട്രെയിറ്റ് ഡോ മെത്തേഡും രണ്ട് സ്പോഞ്ച് ഡോ മെത്തേഡും. അപ്പോൾ ഇതിൽ രണ്ടിൻ്റെ മേജറായിട്ടുള്ള വ്യത്യാസം മാത്രം മനസ്സിലാക്കി വയ്ക്കുക. രണ്ട് മെത്തേഡുകൾ എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. കൂടുതലായിട്ട് നിങ്ങളുടെ വൊക്കേഷണൽ അധ്യാപകർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഒന്ന് നമ്മുടെ എന്താണ് റീറ്റെയിൽ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഡോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഡൊമസ്റ്റിക് ആയിട്ട് ഉണ്ടാക്കി വളരെ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് നമ്മൾ സ്ട്രെയിറ്റ് ഡോ മെത്തേഡ് എന്ന് നമ്മൾ പറയാറ്. രണ്ടാമത്തെയാണ് സ്പോഞ്ച് ഡോ മെത്തേഡ്. സ്പോഞ്ച് ഡോ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പോഞ്ച് ഡോ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്സ്യലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. കൊമേഴ്സ്യലായിട്ട്, അതായത് മിഷനറിയൊക്കെ ഉപയോഗിച്ച് വലിയൊരു സെയിലിന് വേണ്ടി നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നതിന് നമ്മൾ എന്ത് പറയാറുണ്ട്? സ്പോഞ്ച് ഡോ മെത്തേഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബ്രെഡ് മേക്കിങ്ങിൽ. ബ്രെഡ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് ബ്രെഡ് മേക്ക് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് ബ്രെഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ബ്രെഡുകൾ രണ്ട് രീതിയാണ്. ഒന്ന് സ്പോഞ്ച് ഡോവും ഒന്ന് സ്ട്രെയിറ്റ് ഡോ മെത്തേഡ്സ്. ഓക്കെ. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് സ്വീറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ. അതിന് മുമ്പായിട്ട് പേസ്ട്രി എന്താണെന്ന് അറിയണം. അപ്പോൾ ബ്രെഡ് എന്താണെന്ന് നിങ്ങൾക്ക് പലതരത്തിലുള്ള ബ്രെഡുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചു, അല്ലേ? ഇനി പേസ്ട്രിയിൽ പലതരത്തിലുള്ള പേസ്ട്രികളുണ്ട്. നിങ്ങൾക്ക് അതിൽ പറയുന്ന 4 മേജറായിട്ടുള്ള 4 പഫ് പേസ്ട്രി, പൈ പേസ്ട്രി, കുക്കി പേസ്ട്രി ആൻഡ് സ്വീറ്റ് പേസ്ട്രി. ജസ്റ്റ് നിങ്ങൾ പിക്ചറുകളൊന്ന് കാണാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് പഫ് പേസ്ട്രി, ഒന്ന് പൈ പേസ്ട്രി, പിന്നെ ഒന്ന് എന്താണ് കുക്കീസ് പേസ്ട്രി. കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പേസ്ട്രിയിൽ പഠിക്കാനുള്ളത്. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ് സ്വീറ്റ്സ്. അതായത് രണ്ട് തരത്തിലുള്ള സ്വീറ്റ്സുകളുണ്ട് നമുക്കിവിടെ പഠിക്കാനുള്ളത്. പലതരത്തിലുള്ള സ്വീറ്റുകളുണ്ട്, പക്ഷേ നമുക്ക് പഠിക്കാനുള്ള രണ്ട് മേജർ സ്വീറ്റ്സുകളാണ്. ഒന്ന് കോണ്ടിനെൻ്റൽ സ്വീറ്റ്സും ഒന്ന് ഇന്ത്യൻ സ്വീറ്റ്സും. ഓക്കെ. കോണ്ടിനെൻ്റൽ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന സ്വീറ്റുകളും നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന സ്വീറ്റുകളും വ്യത്യാസമുണ്ട്. അപ്പോൾ അത് രണ്ട് കാറ്റഗറൈസ് ആയിട്ട് നമ്മൾ രണ്ട് സ്വീറ്റ്സ് ആയിട്ട് പഠിക്കാറുണ്ട്. ഒന്ന് കോണ്ടിനെൻ്റൽ സ്വീറ്റ്സും ഒന്നെന്താണ് ഇന്ത്യൻ സ്വീറ്റ്സ്. അപ്പോൾ അതിൻ്റെ പേരുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. പക്ഷേ ഏതിൻ്റെ അണ്ടറിൽ വരും എന്നുള്ളത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറയാറുണ്ട്. എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളതിൻ്റെ പേരുകൾ മാത്രം പഠിച്ചു വയ്ക്കുക. ഏകദേശം ഒരു 10ഓളം കോണ്ടിനെൻ്റൽ സ്വീറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു 10-11ഓളം ഇന്ത്യൻ സ്വീറ്റ്സ് ഉണ്ട്. ജസ്റ്റ് പേരുകൾ ഞാൻ മാത്രം വായിക്കാം. ഒന്ന് കോൾഡ് മോസസ്, 2 ഫ്രിട്ടേഴ്സ്, അതുപോലെ തന്നെ 3 എന്താ പറയുക വെറൈറ്റീസ് ഓഫ് കസ്റ്റേർഡ്സ്, അതുപോലെ തന്നെ പാൻ കേക്കുകൾ, പുഡിങ്ങുകൾ. ഓക്കെ. അതുപോലെ തന്നെ സൂഫ്ലേ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട് സലാഡുകൾ, ഗാറ്റ്യൂ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ പൈ, പ്ലാൻസ് ആൻഡ് അതർ പേസ്ട്രീസ്. ഇത്രയാണ് നമ്മൾ കോണ്ടിനെൻ്റൽ സ്വീറ്റ്സിൽ വരുന്നതാണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഒന്ന് കോൾഡ് മോസ്, 2 ഫ്രിട്ടേഴ്സ്, 3 മറ്റേ വേരിയസ് കസ്റ്റേർഡ്സ്, അതുപോലെ തന്നെ പാൻ കേക്കുകൾ, പുഡിങ്ങുകൾ, അതുപോലെ തന്നെ സൂഫ്ലേ, അതുപോലെ തന്നെ ഫ്രൂട്ട് സലാഡ്, ഗാറ്റ്യൂ, പൈസ്. ഇതൊക്കെ എന്താണ് കോണ്ടിനെൻ്റൽ സ്വീറ്റ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കപ്പെടാറുണ്ട്. ഇനി അടുത്തതാണ് ഇന്ത്യൻ സ്വീറ്റ്സ്. നമ്മൾ റീജിയണൽ കുസീൻസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു നോർത്ത് ഇന്ത്യൻസ് ആണ് ഏറ്റവും കൂടുതൽ സ്വീറ്റ് ഉണ്ടാക്കുന്നത്. എസ്പെഷ്യലി ബീഹാർ, ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്വീറ്റുകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പോൾ അത്തരം സ്വീറ്റുകളാണ് കൂടുതൽ ഫേമസും. ഓക്കെ. നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് ആണ്. അപ്പോൾ അത് ജസ്റ്റ് നോക്കാം, പേരുകൾ മാത്രം നോക്കാം. ഒന്ന് ബാലുഷായി, ഗുജാസ്, ഷിറോട്ടി, ഫിർണി, ക്യാരറ്റ് ഹൽവ, ഷായി ടുക്ര, ഗുലാബ് ജാമുൻ, രസഗുള, രസ്മലായ്, പിന്നെ കൊക്കനട്ട് ബർഫി ആൻഡ് പാൽ പായസം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്താണ് ഇന്ത്യൻ സ്വീറ്റ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. അതെപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. ഞാൻ ഒന്നുകൂടി വായിച്ചു തരാം.
ഒന്ന് ബാലുഷായി, ഉജാസ്, ഷിറോട്ടി, ഫിർനി, ക്യാരറ്റ് ഹൽവ, ഷായ് തുക്ര, ഗുലാബ് ജാമുൻ ആൻഡ് റസ്ഗുള, റസ്മലായ്, കോക്കനട്ട് ബർഫി, പാൽപ്പായസം സൗത്തിൽ ആണ്. ഓക്കെ, ഇതിൽ ചില സ്വീറ്റ്സൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ അവൈലബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ പേരുകൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഉള്ളൊരു സംഗതികൾ അത് രണ്ടുമാണ്. ഓക്കെ, അതായത് ഒന്ന് നമ്മൾ എന്താണ് സ്വീറ്റുകൾ, ഇന്ത്യൻ സ്വീറ്റുകൾ ഏതൊക്കെയാണ്, കോണ്ടിനെൻ്റൽ സ്വീറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് അടുത്ത സെക്ഷനാണ്. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫംഗ്ഷൻ കാറ്ററിംഗ് ആണെന്ന് പറഞ്ഞു അല്ലേ. എന്താണ് ഫംഗ്ഷൻ കാറ്ററിംഗ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കുറച്ച് പോയിന്റുകളാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം എന്താണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ ഫംഗ്ഷൻ ഉണ്ടാവില്ല, മാരേജുകൾ ഉണ്ടാവാറുണ്ട്, ബർത്ത്ഡേ പാർട്ടീസുകൾ ഉണ്ടാവാറുണ്ട്, ഗെറ്റ് ടുഗദർ ഉണ്ടാവും, ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടാവാറുണ്ട്, കുടുംബ സംഗമങ്ങൾ, ഇതൊക്കെ നമുക്ക് എന്താണ് ഫംഗ്ഷൻസാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ഫംഗ്ഷനുകൾ ഹോട്ടലിൽ വരുമ്പോൾ അതിൻ്റെ സെറ്റപ്പുകൾ മാറും കേട്ടോ. ഹോട്ടലിൽ വരുമ്പോൾ അതിൻ്റെ സെറ്റപ്പുകൾ മാറും. നമ്മൾ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് നമുക്ക് നടത്തണം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പാർട്ട് 2-ൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫംഗ്ഷൻ കാറ്ററിംഗ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇത് F&B സർവീസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ പഠിച്ചതിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സെക്ഷനാണ് ബാങ്ക്വറ്റ്സ്. അപ്പോൾ ഇത്തരം ഫംഗ്ഷനുകൾ ഹാൻഡിൽ ചെയ്യുന്ന സെക്ഷൻ്റെ പേരാണ് എന്ത്, ബാങ്ക്വറ്റ്. അത് ആദ്യം മനസ്സിലാക്കുക. ബാങ്ക്വറ്റ്സ് എന്നാണ് നമ്മൾ സാധാരണ ഹോട്ടൽസിൽ വരിക കേട്ടോ. മാസമായിട്ടുള്ള ഒരു 2000, 3000, 4000, 5000, 6000 ആൾക്കാർ എന്നൊക്കെ പറയുമ്പോൾ അത്തരം ആൾക്കാരുകൾ, 500 ആൾ, 1000 ആൾ, ഓക്കെ. ഏകദേശം ഇപ്പോൾ നമ്മൾ ബാങ്ക്വറ്റ്സ് സാധാരണ പറയാറ് നമ്മൾ 15 15 കൂടുതലോ 15 കൂടുതൽ ഉള്ള ആൾക്കാർ എത്ര ആയാലും അതിനെ ബാങ്ക്വറ്റ്, 15 വരെ നമ്മൾ അതിനെ ഇൻഡിവിജ്വലായിട്ട് കൺസിഡർ, 15ൻ്റെ മുകളിലാണ് നമ്മളതിനെ ബാങ്ക്വറ്റ് ഫംഗ്ഷൻസ് ആയിട്ടാണ് നമ്മൾ സാധാരണ എടുക്കാറ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കതിൽ എത്ര തരം ഫംഗ്ഷനുകളുണ്ട്, അതിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കണം. നമുക്ക് ഒരുപാട് സാധനങ്ങൾ പേര് അറിയാം അല്ലേ. കല്യാണ ഫംഗ്ഷൻസ് ഉണ്ട്, ഗെറ്റ് ടുഗദർ ഉണ്ട്, ഫാമിലി ഗെറ്റ് ടുഗദർ, ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദർ, ബർത്ത്ഡേ പാർട്ടീസ്, ആനിവേഴ്സറി, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ പ്രൊഫഷണലി ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ, ഹോട്ടലിൽ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ മൊത്തം 3 ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഒന്ന് പ്രൊഫഷണൽ, ഒന്ന് സോഷ്യൽ, ഒന്ന് സ്റ്റേറ്റ്. അപ്പോൾ ഇത് 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ്. ഒന്ന് പ്രൊഫഷണൽ, ഒന്ന് സോഷ്യൽ, ഒന്ന് സ്റ്റേറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ വാക്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇത് കമ്പനികൾ, കോർപ്പറേറ്റ് കമ്പനികൾ, സെമിനാറുകൾ, ട്രെയിനിങ്ങുകൾ, ബോർഡ് മീറ്റിങ്ങുകൾ, അതുപോലെ തന്നെ പ്രസ്സിൻ്റെ മീറ്റിങ്ങുകൾ, അതുപോലെ തന്നെ ഡീലേഴ്സിൻ്റെ മീറ്റിങ്ങുകൾ, മറ്റേപോലെ തന്നെ എന്തെങ്കിലും എക്സിബിഷനുകൾ, പെയിൻറ്റിങ്, അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ബുക്കുകൾ, അത്തരം പ്രൊഫഷണൽ സെറ്റപ്പ് ഹോട്ടലിൽ നടത്തുന്നതിനാണ് നമ്മൾ അത്തരം സെമി ഫോർമലായിട്ടുള്ള ഫങ്ഷൻസിന് നമ്മൾ എന്ത് പറയാറുണ്ട്, പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ്മെൻ്റ് അല്ല, അത് ഒരു പ്രോഡക്റ്റ് അതിൻ്റെ ഒരു മാർക്കറ്റ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സെയിൽ ചെയ്യിപ്പോൾ. ഒരു കോൺഫറൻസ് ആണെങ്കിൽ ഒരു പുതിയ അസുഖത്തെക്കുറിച്ച്, അതിനൊരു മെഡിസിൻ കണ്ടുപിടിച്ചതിനെ കുറിച്ച് സംസാരിക്കുക. ഇനി ഒരു കമ്പനിയുടെ കോർപ്പറേറ്റ് മീറ്റിംഗ് ആണെങ്കിൽ ആ കമ്പനിയുടെ അവലോകനം എങ്ങനെയാണ്, ഒരു വർഷത്തെ ബിസിനസ്സും കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കുറച്ച് കോർപ്പറേറ്റ് എല്ലാ റീജിയണൽ ഹെഡുകളിലും ഒരു മീറ്റിംഗ്, ഇതിനൊക്കെ എന്താണ് പ്രൊഫഷണലായിട്ട് എന്താണ് ഒരു ഉദ്ദേശമുള്ളത് കൊണ്ടാണ് അതിനെ പ്രൊഫഷണൽ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫുഡും ബിവറേജും അക്കോമഡേഷനും ഒക്കെ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. ഇതിനാണ് നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സോഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം പെടും അതിൽ. സോഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എല്ലാം നമ്മൾ പെടാറുണ്ട്. എന്തൊക്കെ വരാറുണ്ട് അതിൽ? കല്യാണങ്ങൾ, വെഡ്ഡിങ് റിസപ്ഷൻസുകൾ, ബർത്ത്ഡേ പാർട്ടികൾ, ഫാമിലി ഗെറ്റ് ടുഗദറുകൾ, അതുപോലെ തന്നെ ഫാഷൻ ഷോ, അതുപോലെ തന്നെ പ്രൊഫഷണൽ പ്രോഗ്രാമിൻ്റെ മ്യൂസിക് എൻ്റർടൈൻമെൻറ്റ്, അതുപോലത്തെ കാര്യങ്ങൾ, ചെറിയ കോഫി പാർട്ടീസ്, അതുപോലെ തന്നെ ചെറിയ കോക്ടെയിൽ പാർട്ടികൾ, ഇതെല്ലാം തന്നെ നമ്മൾ സോഷ്യൽ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗെറ്റ് ടുഗദേഴ്സാണ്. അതായത് നമ്മൾ പരസ്പരം നമ്മൾ എന്താ ചെയ്യുക, എല്ലാവരെയും കണ്ടുമുട്ടുകയും സംസാരിക്കുകയും അതിൻ്റെ എൻജോയ്മെൻറ്റുകൾ, അത് അങ്ങനത്തെ കാര്യങ്ങളാണ് സോഷ്യൽ എന്ന് പറഞ്ഞാൽ. അത് വളരെ ഇൻഫോർമൽ ആയിരിക്കും. ഇതുപോലെ പ്രൊഫഷണൽ സെറ്റപ്പ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഇൻഫോർമൽ, നമുക്ക് എല്ലാവരും കാഷ്വലായിട്ട് സംസാരിക്കണം. അതിനൊരു എന്താ പറയുക, ഒരു ഘടനയൊന്നും ഉണ്ടാവില്ല. ആദ്യം ഇന്നത്, രണ്ടാമത്തത് ഇങ്ങനെ എന്നുള്ളതൊന്നും ഉണ്ടാവില്ല. പക്ഷേ പ്രൊഫഷണലിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കും. അതിൻ്റെ ഇപ്പോൾ നമ്മളൊരു സ്കൂളുകളിലൊക്കെ നിങ്ങൾ പ്രൊഫഷണൽ മീറ്റിങ്ങുകൾ ഉണ്ടല്ലേ, സ്വാഗതം ഒരാൾ പറയണം, പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അധ്യക്ഷൻ വരും, അധ്യക്ഷൻ ഓരോരുത്തരായിട്ട് വിളിച്ച് സംസാരിക്കും. അതൊക്കെ ഒരു മീറ്റിംഗ് സെറ്റപ്പ് പ്രൊഫഷണലാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ഒരു കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മളങ്ങനെ പാർട്ടീസിനോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് എന്തെങ്കിലും ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിരിക്കും, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ. ഓക്കെ, അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി അത് കൂടാത്ത ഒരു ഫംഗ്ഷനാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ പെട്ടെന്ന് ശ്രദ്ധിക്കുക, അത് ഗവൺമെൻറ് തലമായിട്ടുള്ള കാര്യങ്ങൾക്കാണ്. ഗവൺമെൻറ്റിൻ്റെ
എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടുന്ന മീറ്റിംഗ്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് വരിക, അല്ലെങ്കിൽ അടുത്ത രാജ്യത്തേക്കോ പ്രസിഡന്റുകൾ വരിക, എന്തെങ്കിലും അതിനോട് ഔദ്യോഗികമായിട്ട് അവരുടെ ചർച്ചകളും മീറ്റിങ്ങുകളും ഒക്കെ നടക്കുന്നതിന് അത്തരം ഹോട്ടലിൽ ഒരു വേദിയാവുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റേറ്റ് ഫങ്ഷൻസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അതും ഏകദേശം പ്രൊഫഷണൽ സെറ്റപ്പ് തന്നെയാണ്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. വളരെ സെക്യൂരിറ്റി കൊടുത്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കുറച്ചുകൂടി ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് തലമായിട്ടുള്ള ഇൻ്റർ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലോ ഒക്കെയുള്ള മീറ്റിങ്ങുകൾ നമ്മൾ എന്ത് പറയാറുണ്ട്, സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇനി ഇതിൽ അടുത്തത് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാങ്ക്വറ്റ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു F&B മാനേജറുടെ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. സോറി, F&B സർവീസിൻ്റെ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൻ്റെ ഹെഡ് അപ്പ് ആരായിരിക്കും? F&B മാനേജർ തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സ്റ്റാഫ് ഹെറാർക്കി എന്തൊക്കെയാണ്? നമ്മൾ ബാങ്ക്വറ്റ് മാനേജർ, ബാങ്ക്വറ്റ് സൂപ്പർവൈസർ, അതിന് താഴെ ബാങ്ക്വറ്റ് വെയിറ്റേഴ്സ്, പിന്നെ കാഷ്വൽ സ്റ്റാഫ്. അങ്ങനെയാണ് ഹെറാർക്കി വരുന്നത്. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാങ്ക്വറ്റ് സെക്രട്ടറി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ബാങ്ക്വറ്റ് സെയിൽസ് സ്റ്റാഫ് ഉണ്ടായിരിക്കും. സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഓഫീസ് ജോബുകൾ ചെയ്യുന്ന ആളാണ്. അതായത് ഒരാൾ ബുക്കിങ്ങിന് വന്നു കഴിഞ്ഞാൽ അയാളുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വാങ്ങിക്കുക, അയാളെ ഫോണിലൂടെ കോൺടാക്ട് ചെയ്ത് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ, അതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വറി ഉണ്ടെങ്കിൽ അത് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു അഡ്മിൻ ജോബായിരിക്കും ബാങ്ക്വറ്റ് സെക്രട്ടറിയുടെ. ബാങ്ക്വറ്റ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. അവർ ചെയ്യുന്ന ജോലി എന്താ, നമ്മുടെ ബാങ്ക്വറ്റ് ഹാളുകളുടെ ഫെസിലിറ്റി, നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രൈസുകൾ, ഇതൊക്കെ മറ്റ് ഹോട്ടലുകൾ, മറ്റ് കമ്പനികൾ, അതുപോലെ തന്നെ പാർട്ടീസിനെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്ത് അവിടെ അതിലൂടെ സെയിൽസ് കൊണ്ടുവരികയാണ് ആരുടെ ജോലി? ബാങ്ക്വറ്റ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ജോലി. ഇത്രയാണ് ഹെറാർക്കി ഉള്ളത്. അപ്പോൾ ആ നടുവിൽ കാണുന്ന F&B മാനേജർ, ബാങ്ക്വറ്റ് സൂപ്പർവൈസർ, ബാങ്ക്വറ്റ് വെയിറ്റേഴ്സ്, കാഷ്വൽ സ്റ്റാഫ് എന്നുള്ളത് എന്താണ്? അതിൻ്റെ ഓപ്പറേഷൻ സൈഡാണെങ്കിൽ അതിൻ്റെ അഡ്മിൻ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ് ബാങ്ക്വറ്റ് സെക്രട്ടറി, അതുപോലെ തന്നെ ബാങ്ക്വറ്റ് സെയിൽസ് കോർഡിനേറ്റർ. ഓക്കെ, ഇത്രയും പേര് ഒന്നിക്കുമ്പോൾ മാത്രമാണ് ബാങ്ക്വറ്റ് എന്ന് പറഞ്ഞ ഒരു അതായത് ബാങ്ക്വറ്റ് എന്ന് പറഞ്ഞ സെക്ഷന് ഇതുള്ളൂ, കംപ്ലീഷനുള്ളൂ. അപ്പോൾ ഏകദേശം നമുക്കത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ പാർട്ട് 1, പാർട്ട് 2 കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ വൊക്കേഷണൽ അധ്യാപകരായിട്ട് ഡിസ്കസ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.